യേശുക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് ഡ്യൂവിന്റെ പുതിയൊരു പ്രഭാത വചന ധ്യാനത്തിലേക്ക് സ്വാഗതം. ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ പ്രധാനമായും ധ്യാനിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നതായ ആത്മീക മയക്കം നമ്മളിൽ ഉളവാക്കുന്നതായ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. ഒരുപക്ഷെ നിങ്ങൾക്ക് ആത്മീയമായ മയക്കമുണ്ടോ എന്ന് ഞാൻ നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ പറയും, ഇല്ലില്ല, ഞങ്ങൾക്ക് അങ്ങനെ മയക്കമൊന്നുമില്ല, ഞങ്ങൾ എപ്പോഴും ഉണർന്നിരിക്കുന്നു, ഞങ്ങൾ എപ്പോഴും ആത്മീയമായ കാര്യങ്ങളിൽ ഏർപ്പെടുന്നു, ഞങ്ങൾ ചർച്ചിൽ കടന്നു പോകുന്നു, സഭയുടെ എല്ലാ പ്രോഗ്രാമുകളിലും ഞങ്ങൾ പങ്കെടുക്കുന്നു. ഇതൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ പറയും, എനിക്കങ്ങനെ ആത്മീയമായ മയക്കമൊന്നുമില്ല. എന്നാൽ അങ്ങനെ നമ്മൾ ഓരോരുത്തരും സമ്മതിച്ചില്ലെങ്കിൽ പോലും നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ഈ ആത്മീയ മയക്കത്തിൻ്റെതായിട്ടുള്ള അനന്തര ഫലങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. നിങ്ങൾ ആത്മീയമായി മയങ്ങുന്നില്ല എന്ന് നിങ്ങൾ വാദിച്ചെങ്കിൽ പോലും നിങ്ങളിലുള്ളതായ ഈ ആത്മീയ മയക്കത്തിന്റെ പ്രത്യാഘാതങ്ങൾ നിങ്ങൾ അനുഭവിക്കുന്നുണ്ട്. അങ്ങനെ അനുഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ ആത്മീയമായ മയക്കത്തിലാണ് എന്നുള്ളതാണ്. പിശാചിന്റെ വലിയൊരു അടവ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളുടെ യഥാർത്ഥ ആത്മീയ സ്ഥിതി നമ്മൾ മനസ്സിലാക്കാത്തവണ്ണം അവൻ നമ്മളുടെ മനസ്സിനെ കുരുട്ടാക്കി വെക്കുന്നതായ അനുഭവമാണ്. ദൈവത്തിന്റെ വചനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, തേജസ്സുള്ള കർത്താവിന്റെ ആ സുവിശേഷം പ്രകാശിക്കാതിരിപ്പാൻ ഈ ലോകത്തിന് ദൈവം അവിശ്വാസികളുടെ കണ്ണ് കുരുട്ടാക്കി വെച്ചിരിക്കുന്നു എന്ന് പറയുന്ന പോലെ തന്നെ നമ്മളുടെ ഹൃദയത്തെയും കുരുട്ടാക്കി വെച്ചുകൊണ്ട് യഥാർത്ഥ ആത്മീയമായ നമ്മളുടെ തൽസ്ഥിതി എന്താണെന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയാതെ വണ്ണം നമ്മെ ആക്കി തീർക്കുന്നതായ പിശാചിന്റെ സ്ട്രാറ്റജി ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണല്ലോ അപ്പോസ്തലനായ പൗലോസും മറ്റ് ദൈവദാസന്മാരൊക്കെ പറയുന്നത്, പിശാചിന്റെ തന്ത്രങ്ങളെ നിങ്ങൾ അറിയാത്തവരല്ലല്ലോ. നമ്മൾ തീർച്ചയായിട്ടും പിശാചിന്റെ തന്ത്രങ്ങളെ മനസ്സിലാക്കി തന്നെ വേണം ജീവിക്കുവാൻ. ഈ ദിവസങ്ങളൊക്കെ നമ്മൾ ചിന്തിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാൻ കഴിയാവുന്ന ഈ ആത്മീയ മയക്കത്തിന്റെ പ്രത്യാഘാതങ്ങളെ കുറിച്ചാണ്. കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളോട് സംസാരിച്ചു, നമ്മളുടെ ജീവിതത്തിലെ പ്രാർത്ഥന രാഗത്യം, വേണ്ടവണ്ണം പ്രാർത്ഥിക്കാൻ കഴിയാത്തത് നമ്മളുടെ ആത്മീയ മയക്കത്തെ സൂചിപ്പിക്കുന്നു. അതേപോലെ തന്നെ നമുക്ക് ദൈവവചനത്തിന് വേണ്ടതായ പ്രാധാന്യം കൊടുക്കാത്തതായ അല്ലെങ്കിൽ ദൈവവചനത്തെ അവഗണിക്കുന്നതായ അനുഭവങ്ങൾ നമ്മളുടെ ആത്മീയമായ മയക്കത്തെ കാണിക്കുന്നു. ഒരുപക്ഷെ നിങ്ങൾ പറയുമായിരിക്കും, ഇല്ലില്ല, ഞാൻ അങ്ങനെ വചനത്തെ അവഗണിക്കുന്ന ഒരു വ്യക്തിയല്ല, ഞാൻ എല്ലാ ദിവസവും വചനം കേൾക്കുന്നു, ഞാൻ വചനത്തിന് പ്രാധാന്യം കൊടുക്കുന്നു. പക്ഷെ പലപ്പോഴും നമ്മൾ ഓരോരുത്തരും കേൾക്കാൻ ആഗ്രഹിക്കുന്ന വചനങ്ങളെ നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കുള്ളൂ. നമുക്ക് പോസിറ്റീവായിട്ടുള്ള ഒരു വചനത്തെ കേൾക്കാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. നമ്മൾ പ്രസംഗത്തിന് വേണ്ടി വിളിക്കുന്ന ആളുകളോട് നമ്മൾ പറയുന്നു, ഇന്ന് ഈ ജനത്തെ അനുഗ്രഹിക്കുന്ന ഒരു വചനം പറയണം എന്നുള്ളത്. വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഓർക്കുന്നു, ഞാൻ ഒരു സഭയിൽ ശുശ്രൂഷിക്കുമ്പോൾ എന്നോട് ആളുകൾ പറഞ്ഞു, നിങ്ങൾ ഇപ്പോൾ പറയുന്നത് പ്രസംഗിക്കേണ്ട, ഞങ്ങളെ ഇളക്കി മറിക്കാൻ കഴിയുന്നതായ, ഞങ്ങൾക്ക് ഫ്യൂച്ചർ ബ്ലെസ്സിങ്സിനെ കുറിച്ചുള്ളതായ, ഞങ്ങളുടെ ഭാവി അനുഗ്രഹങ്ങളെ കുറിച്ചുള്ളതായ സന്ദേശം പറയണമെന്ന് പറയുകയുണ്ടായി. ഞാൻ പറഞ്ഞു, ഇല്ല, ഞാൻ അങ്ങനെ പറയില്ല, ദൈവം എന്നെ ഏൽപ്പിച്ചത് ഞാനിവിടെ സംസാരിക്കുമെന്ന് പറയുകയുണ്ടായി. അപ്പോൾ നമ്മൾ വചനം പോലും നമുക്ക് ഇഷ്ടമുള്ള വചനം കേൾക്കാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അങ്ങനെ ചിന്തിക്കുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കിക്കോണം, നമ്മളിൽ ഒരു ആത്മീക മയക്കമുണ്ട് എന്നുള്ളത്. എന്നാൽ നമ്മൾ വചനം എങ്ങനെ കേൾക്കണമെന്നാണ് ആഗ്രഹിക്കേണ്ടത്? നമ്മളെ രൂപാന്തരപ്പെടുത്തുന്ന വചനം, നമ്മെ തിരുത്തുന്ന വചനം, നമ്മുടെ പാപങ്ങളെ തുറന്നു കാണിക്കുന്നതായ വചനം, നമ്മളെ അനുതാപത്തെങ്കിലേക്കും ദൈവത്തെങ്കിലേക്കുള്ള നിരപ്പിലേക്കും നമ്മളെ കൊണ്ടുവരുന്ന ആ വചനം നമ്മൾ കേൾക്കണം. പക്ഷെ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ യാതൊരു വ്യവസ്ഥയും ഇല്ലാതെ ദൈവവചനത്തിന് കീഴ്പ്പെട്ട് ദൈവവചനം കേൾക്കാനും ദൈവവചനം വായിക്കാനും നമ്മുടെ സമയമെടുത്ത് നാം നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കേണ്ടത് വളരെ ആവശ്യമാണ്. അതേ, നമുക്ക് എല്ലാവർക്കും അറിയാം, എത്യോപ്യൻ രാജ്യയുടെ അണ്ണാര വിചാരകനായിരിക്കുന്ന മനുഷ്യൻ, അവൻ യെരൂശലേമിൽ പെരുന്നാൾ കഴിഞ്ഞ് അവൻ തന്റെ സ്വന്തം രാജ്യത്തിലേക്ക് മടങ്ങി പോകുമ്പോൾ യെശയ്യാ പ്രവാചക പുസ്തകം വായിച്ചുകൊണ്ട് പോവുകയായിരുന്നു. ഒരിക്കലും തനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളല്ല താൻ അവിടുന്ന് വായിക്കാൻ ശ്രമിച്ചത്, മറിച്ച് ആ വായിക്കുന്ന കാര്യങ്ങൾ തനിക്ക് ഗ്രഹിക്കാൻ കഴിയുന്നില്ല എന്നുള്ള സത്യം അവിടെയുണ്ട്. പക്ഷെ ദൈവം അവനെ സഹായിപ്പാൻ ഫിലിപ്പോസ് എന്ന ദൈവദാസനെ അവിടേക്ക് അയക്കുകയും ഈ പറയപ്പെടുന്നതായ വാക്യങ്ങളെ, അതിന്റെ പൊരുളുകൾ തിരിച്ച് മനസ്സിലാക്കി കൊടുത്തപ്പോൾ അവൻ തന്നെ പറയുന്നു, വേണ്ട വെള്ളം ഞാൻ സ്നാനമേൽക്കുന്നതിന് നിനക്ക് വിരോധം വല്ലതുമുണ്ടോ? ഇതാണ് ദൈവവചനം ചെയ്യുന്നത്. നമുക്ക് ഇഷ്ടമുള്ളത് സ്നാനപ്പെടുക എന്നുള്ളതല്ല, പക്ഷെ ദൈവവചനം എന്തു പറയുന്നുവോ അത് അതുപോലെ അനുസരിക്കുക എന്നുള്ളതാണ്. ഇന്ന് നമുക്ക് വേണ്ടത് അതാണ്. നമ്മുടെ പാരമ്പര്യം എന്തു പറയുന്നു എന്നുള്ളതല്ല ദൈവവചനത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്.
മറിച്ച് ദൈവവചനം എന്തു പറയുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി അതിനെ നാം അനുസരിക്കുമ്പോഴാണ് നമ്മൾ ആത്മീയമായ മയക്കമില്ലാത്തവരായി നാം പൂർണ്ണമായിട്ടും ജാഗ്രതയോടുകൂടെ നമുക്ക് ആയിരിക്കാൻ സാധിക്കുന്നത്. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ഈ ആത്മീയ മയക്കത്തിന്റെ മറ്റൊരു പ്രത്യാഘാതത്തെ കുറിച്ചാണ്. അത് നമ്മളുടെ പെരുമാറ്റത്തിലെ അശ്രദ്ധയാണ്, അല്ലെങ്കിൽ നമ്മളുടെ ആത്മീയ സ്വഭാവം അതിൽ ഉണ്ടായിരിക്കുന്നതായ അശ്രദ്ധകൾ. എന്താണ് ഇതിന്റെ അർത്ഥം? നമുക്കറിയാം, ഒരു ആത്മീയനെ സംബന്ധിച്ചിടത്തോളം അവന് ഒരു ആത്മീയമായ സ്വഭാവം ഉണ്ടായിരിക്കും. ഈ ആത്മീയമായ സ്വഭാവം മനസ്സിലാക്കുക വഴിയാണ് നമ്മൾ ഒരാൾ ആത്മീയനാണോ അല്ലയോ എന്ന് തിരിച്ചറിയുന്നത്. ഒരാൾ ആത്മീയനാണെന്ന് നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ സാധിക്കും? ചില ആളുകൾ അവർ ആത്മീയന്മാരെ തിരിച്ചറിയുന്നത് അവർ ഇടുന്ന വസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ, അവർ കയ്യിൽ കൊണ്ടു നടക്കുന്ന ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ അല്ല, അവരുടെ നോട്ടം, അവരുടെ ഭാവം, അവരുടെ സംസാരം, ഇതൊക്കെയാണ് പലപ്പോഴും അവർ ആത്മീയരെന്ന് നമ്മൾ ചിന്തിക്കുന്നത്. പക്ഷേ വിശുദ്ധ വേദപുസ്തകം അതല്ല പറയുന്നത്. നമ്മുടെ ആത്മീയ സ്വഭാവം എന്ന് പറഞ്ഞാൽ വളരെയധികം വ്യത്യസ്തമാണ്. അപ്പോൾ നമ്മുടെ ആത്മീയ സ്വഭാവത്തിന് നമുക്ക് വേണ്ടതായ പ്രാധാന്യം കൊടുക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ അതിനർത്ഥം നമ്മൾ ഉറങ്ങുന്നു എന്നുള്ളതാണ്. എന്താണ് നമ്മളുടെ ആത്മീയ സ്വഭാവം എന്ന് പറയുന്നത്? അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ദിവസങ്ങളിലായി നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. 1 പത്രോസ് 1-ാം അധ്യായം അതിന്റെ 13 മുതൽ 16 വരെയുള്ള വേദഭാഗങ്ങൾ നമ്മൾ ഈ ഒരു ചിന്തയ്ക്ക് വേണ്ടി എടുക്കുന്നു. ആ വേദഭാഗം നമുക്ക് വായിക്കാം. ആകയാൽ നിങ്ങളുടെ മനസ്സ് ഉറപ്പിച്ച് നിർമ്മതരായി യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയെങ്കിൽ നിങ്ങൾക്ക് വരുവാനുള്ള കൃപയിൽ പൂർണ്ണ പ്രത്യാശ വെച്ചുകൊള്ളുവിൻ. പണ്ട് നിങ്ങളുടെ അജ്ഞാനകാലത്തുണ്ടായിരുന്ന മോഹങ്ങളെ മാതൃകയാക്കാതെ നിങ്ങളെ വിളിച്ച വിശുദ്ധനൊത്തവണ്ണം അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരാകുവിൻ. ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പീരെന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. വളരെ പ്രധാനപ്പെട്ട വാക്യമാണ്. ഒരുപക്ഷെ 1-2 ദിവസങ്ങൾ ഈ ഒരു വാക്യത്തെക്കുറിച്ചുള്ള വചന ധ്യാനം മുന്നോട്ട് പോകും. അത് നമ്മളുടെ വിഷയത്തിൽ നിന്നുള്ള വ്യതിചലനമല്ല, മറിച്ച് കൂടുതൽ ആഴങ്ങളിലേക്ക് നമുക്ക് ഈ വിഷയത്തെ പഠിക്കുവാൻ കഴിയുന്നതായ ഒരു സന്ദർഭമാണ്. നമ്മൾ ഈ വാക്യത്തിൽ കാണുന്നു, ആകയാൽ നിങ്ങളുടെ മനസ്സുറപ്പിച്ച് നിർമ്മതരായി യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയെങ്കിൽ നിങ്ങൾക്ക് വരുവാനുള്ള കൃപയിൽ പൂർണ്ണ പ്രത്യാശ വെച്ചുകൊള്ളുവിൻ. ഇവിടെ നിങ്ങളുടെ മനസ്സുറപ്പിച്ച് എന്നുള്ള ഒരു പദം നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. എന്താണ് നമ്മുടെ മനസ്സ് ഉറപ്പിക്കുക എന്ന് പറയുന്നത്? ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്ന വാക്കിന്റെ അർത്ഥം നമ്മളുടെ മനസ്സിലെ വിചാരങ്ങളെ, മനസ്സെന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ചിന്തകളാണ് നമ്മുടെ മനസ്സെന്ന് പറയുന്നത്. ആ ചിന്തകളെ നമ്മൾ പിടിച്ച് ഉറപ്പിച്ച് അതിനെ തയ്യാറാക്കി നിർത്തണം എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. വാസ്തവത്തിൽ ഒരു ആത്മീയന്റെ ആത്മീയ സ്വഭാവം എന്ന് പറയുന്നത് അവന്റെ ചിന്തകളെ പിടിച്ചെടുത്ത് ദൈവത്തോടുള്ള അനുസരണത്തിന് വേണ്ടി നിർത്തുന്നതാണ്. ഇത് സംബന്ധിച്ച് ഒരു വാക്യം കൂടെ ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിച്ചിട്ട് നമുക്ക് ഇന്നത്തെ വചന ചിന്ത അവസാനിപ്പിക്കാവുന്നതാണ്. അപ്പോസ്തലനായ പൗലോസ് എഴുതിയ 2 കൊരിന്ത്യർ 10-ാം അധ്യായം 4-ാം വാക്യം, ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങളോ ജഡീകങ്ങളല്ല, കോട്ടകൾ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവ തന്നെ. അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങളും ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പോകുന്ന എല്ലാ ഉയർച്ചയും ഇടിച്ചു കളഞ്ഞ് ഏത് വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായി പിടിച്ചടക്കി. അപ്പോൾ നമ്മുടെ മനസ്സിനെ ഒരുക്കി നിർത്തുക. ഇവിടെ നമ്മൾ കണ്ടതുപോലെ മനസ്സ് ഉറപ്പിച്ച്, അതുകൊണ്ട് ഉറങ്ങുന്ന അല്ലെങ്കിൽ മയങ്ങുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് തൻ്റെ മനസ്സിനെ നിയന്ത്രിക്കുവാൻ കഴിയത്തില്ല. അങ്ങനെയാണെങ്കിൽ ഈ വാക്യത്തിൽ നമ്മൾ എന്താണ് മനസ്സിലാക്കുന്നത്? ആത്മീയമായ ഉറക്കമുള്ളവർക്ക് ഒരിക്കലും അവരുടെ മനസ്സിനെ നിയന്ത്രിക്കുവാൻ സാധ്യമല്ല. എന്നോട് പല വ്യക്തികളും അവരുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളെ കുറിച്ച് പറയാറുണ്ട്. ചില ആളുകൾ പറയാറുണ്ട്, എനിക്ക് വേണ്ടവണ്ണം പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ല, എനിക്ക് വചനം വായിക്കാൻ കഴിയുന്നില്ല, എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ എനിക്ക് അങ്ങോട്ട് സാധിക്കുന്നില്ല. എന്താണ് അതിന്റെ കാരണം? അതിന്റെ കാരണം എന്ന് പറയുന്നത് അവർ ആത്മീയമായ മയക്കത്തിലാണ്. ഈ ഒരു വിഷയം അവർക്ക് സോൾവ് ആകണമെങ്കിൽ അവർ ഈ ആത്മീയ ഉറക്കത്തിൽ നിന്നും ഉണർന്നേ മതിയാകത്തുള്ളൂ. അപ്പോൾ അത് എങ്ങനെയാണ് സാധ്യമാകുന്നതെന്നാണ് നമുക്ക് വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്നും പഠിക്കുവാൻ കഴിയുന്നത്. നമുക്ക് ആത്മീയമായ ആ ഉറക്കത്തിൽ നിന്നും നമ്മൾ വിടുതൽ പ്രാപിക്കണമെങ്കിൽ, ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളോട് പറഞ്ഞതുപോലെ, നമ്മൾ ഒരു നവീകരണത്തിലൂടെ, ഒരു പുതിയ സമർപ്പണത്തിലൂടെ കടന്നുപോയെങ്കിൽ മാത്രമേ നമുക്ക് ഈ ആത്മീയ ഉറക്കത്തിൽ നിന്നും വിടുതൽ പ്രാപിക്കുവാൻ സാധ്യമാവുകയുള്ളൂ. നോക്കുക, അങ്ങനെ ഉറങ്ങുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ചിന്തകളെ പിടിച്ചു നിർത്തുവാനോ അതിനെ ആ വ്യക്തിക്ക് ദൈവത്തിന്റെ അനുസരണത്തിന് വേണ്ടി പിടിച്ചെടുക്കുവാനോ ജയം പ്രാപിക്കുവാനോ സാധ്യമല്ല. അതുകൊണ്ട് ഇന്നെന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമുക്ക് ഇവ സാധ്യമാണ്. എങ്ങനെ? ആത്മീയമായ ആയുധങ്ങൾ ഉപയോഗിക്കുക വഴി.
ഇവിടെ നമ്മൾ കൊരിന്ത്യർ ലേഖനത്തിൽ വായിച്ചല്ലോ, ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങളോ ചിടീയങ്ങളല്ല, കോട്ടയിടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവ തന്നെ. അതായത് ആത്മീയമായ ആയുധങ്ങൾ. എന്താണ് ആത്മീയമായ ആയുധങ്ങൾ? വിശുദ്ധ ബൈബിളിൽ വളരെ വ്യക്തമായി ഒരു വ്യക്തിക്കുള്ള സർവായുധ വർഗത്തെ കുറിച്ച് പറയുന്നുണ്ട്. അവിടെ നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട്, പ്രാർത്ഥന സർവായുധ വർഗത്തിന്റെ ഭാഗമാണ്. അതുപോലെ നമ്മുടെ രക്ഷയെക്കുറിച്ചുള്ള ബോധം, അത് നമുക്ക് ഒരു സംരക്ഷണ ഹെൽമറ്റ് പോലെ നമ്മുടെ തലയിലിരിക്കുന്നു. അതുപോലെ നമ്മുടെ വിശ്വാസം അതൊരു പരിചയമായിട്ടും, ദൈവവചനം ആത്മാവിന്റെ വാളെന്ന പോലെയും, ഇങ്ങനെ നമുക്ക് ആത്മീകമായ ആയുധങ്ങൾ ദൈവം തന്നിട്ടുണ്ട്. ഇവയെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇപ്രകാരമുള്ളതായ ചിന്തകളെ, നമുക്ക് വിരോധമായി നമ്മളിൽ തന്നെ ഉയരുന്ന ചിന്തകളെ നമുക്ക് ക്രിസ്തുവിന്റെ അനുസരണത്തിന് വേണ്ടി പിടിച്ചെടുത്ത് അതെ നമുക്ക് വിജയം പ്രാപിക്കാൻ കഴിയുമെന്നുള്ളതാണ് ഈ വിശുദ്ധ വേദപുസ്തകത്തിൽ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് ഇന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മളുടെ മനസ്സ് ഉറപ്പിച്ച് നിർത്തിയെങ്കിൽ മാത്രമേ നമുക്ക് ശരിയായി മുന്നേറുവാൻ കഴിയത്തുള്ളൂ. പലപ്പോഴും നമ്മുടെ ചിന്തകളുടെയൊക്കെ പ്രത്യേകത, അത് നമ്മുടെ കയ്യിൽ നിന്ന് വഴുതിപ്പോകുന്ന ചിന്തകളാണ്. നമ്മുടെ നിയന്ത്രണത്തിൽ നിന്നും അത് നമ്മെ വിട്ടുപോകുന്നു. ഒരു സ്വയം നിയന്ത്രണം നമുക്ക് ഉളവാകുവാൻ കഴിയാതെ വണ്ണം നമ്മുടെ ചിന്തകൾ ഒരു പട്ടം പറക്കുന്ന പോലെ അതിങ്ങനെ പറന്ന് നടക്കുന്നു. ആ ചിന്തകൾ നമ്മെ അതിലേക്കൊക്കെ എത്തിക്കുവാനിടയായിത്തീരുന്നു. ഇത് പലപ്പോഴും പാപ സ്വഭാവത്തിലേക്കും പാപചിന്തകളിലേക്കും പാപപ്രവൃത്തിയിലേക്കും നമ്മൾ ദൈവകൃപയിൽ നിന്നും വീഴുന്നതിലേക്കൊക്കെ നയിക്കുന്നു എന്നുള്ളത് നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്. അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട കാര്യം, മയങ്ങുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ചിന്തകളെ നിയന്ത്രിക്കുവാനോ മനസ്സിനെ ഉറപ്പിക്കുവാനോ കഴിയത്തില്ല. നിങ്ങൾ അങ്ങനെയുള്ള ഒരു അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ അതിൻ്റെ മെയിൻ റീസൺ, അതിൻ്റെ പ്രധാന കാരണം നിങ്ങൾ ആത്മീയമായ മയക്കത്തിലാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ആ മയക്കത്തിൽ നിന്നും ഒരു വിടുതൽ പ്രാപിപ്പാൻ ഇന്ന് ഈ ദിവസം ദൈവത്തിൻ്റെ പരിശുദ്ധമാവ് നമ്മളോട് ആവശ്യപ്പെടുകയാണ്. അതിനുവേണ്ടിയുള്ള ഒരു സമർപ്പണവും പ്രാർത്ഥനയും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയപിതാവേ, ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച വളരെ അനുഗ്രഹിക്കപ്പെട്ട സന്ദേശത്തിനായി സ്തോത്രം. ഞങ്ങളിൽ ആത്മീയ മയക്കം സംഭവിക്കുന്ന നിമിത്തം ഞങ്ങളിലുണ്ടാകുന്ന അപകടങ്ങളെക്കുറിച്ച് ഞങ്ങൾക്ക് മനസ്സിലാക്കുവാനും, ഞങ്ങൾ ആത്മീയമായി മയങ്ങുന്നവർ അല്ല എന്ന് പലപ്പോഴും ഞങ്ങൾ ചിന്തിക്കുമ്പോൾ തന്നെ ഈ മയക്കത്തിൻ്റെ ഭാഗമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ ഞങ്ങൾ നേരിടുന്നുണ്ട് എന്നുള്ള വസ്തുത മനസ്സിലാക്കി പിശാച് ഞങ്ങളെ മറ്റൊരു തരത്തിൽ ചിന്തിക്കുവാൻ പ്രേരിപ്പിക്കുമ്പോൾ യഥാർത്ഥ പ്രശ്നങ്ങളിലേക്ക് ഞങ്ങൾക്ക് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സഹായത്തോടുകൂടെ കടന്നു വന്ന് ഞങ്ങളെ തന്നെ നവീകരിക്കുന്നവരായി തീരുവാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്നത്തെ വചന ധ്യാനം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹത്തിന് കാരണമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറുകളിൽ ഞങ്ങളെ വിളിക്കുക. നിങ്ങൾക്ക് എത്രത്തോളം ഈ ശുശ്രൂഷകൾ അനുഗ്രഹപ്രദമായി തീരുന്നു എന്നറിയുവാൻ ഞങ്ങൾക്ക് അതിയായ ആഗ്രഹവും അതേപോലെ തന്നെ ജിജ്ഞാസയുമുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഞങ്ങളെ വിളിക്കാവുന്നതാണ്. എന്ന് മാത്രമല്ല, ആത്മീയമായി കൂട്ടായ്മയ്ക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനും അവസരമുള്ള കാര്യം ഓർപ്പിക്കുന്നു. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഹാവ് എ നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു ആൾ.